ക്രിസ്ത്യൻ ആൻസർ പറഞ്ഞേ. എന്ത് കിട്ടി? പറയൂ. സുജിത കിട്ടിയോ ആൻസർ? ബസുദ പറഞ്ഞേ. വിജയറാണിക്ക് ആൻസർ കിട്ടിയോ? സിമ്പിളാണ്. പറയൂ. ഇവിടെ നോക്ക്, നമ്മുടെ സ്റ്റാക്ക് പോയിന്ററിന്റെ വാല്യൂ 2700, PC 2100, HLന്റെ വാല്യൂ 0000H, എല്ലാം ഹെക്സാഡെസിമലാണ്. ഇനിയും പറഞ്ഞേക്കുന്നത്, ആദ്യം പറഞ്ഞേക്കുന്നത് ഓപ്പറേഷൻ എന്താണ്? ഡാഡ് SP ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? HL പെയറിലേക്ക് HL പെയർ പ്ലസ് സ്റ്റാക്ക് പോയിന്ററിന്റെ വാല്യൂ. ശരിയല്ലേ? ഡാഡ് എന്ന് പറയുന്നത് ഡബിൾ അഡീഷൻ ആണ്. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? SP പ്ലസ് HL ആയിരിക്കും അങ്ങോട്ട് പോകുന്നത്, HLലോട്ട് പോകുന്നത്. അപ്പൊ ഇപ്പൊ 00യും 2700 ആഡ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് കിട്ടാൻ പോകുന്നത് 27, ഈ പറഞ്ഞ HLന്റെ വാല്യൂ എന്തായി മാറും? 2700. സംശയമുണ്ടോ? കാരണം 0000Hഉം 2700 ആഡ് ചെയ്ത് എന്ത് കിട്ടണം? 2700H എന്നുള്ള വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇനി പറഞ്ഞ എന്താ ചോദിച്ചാൽ PCHL എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, HLലുള്ള വാല്യൂ എങ്ങോട്ട് പോകും? PCയിലോട്ട് പോകും. കോപ്പി ചെയ്യുക ചെയ്യുന്നത് PCHL. അപ്പൊ സംഭവിക്കുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന PCയുടെ വാല്യൂ എന്തായി? 2700. അത്രേ ഉള്ളൂ. ക്ലിയർ ആകുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? വേറൊന്നുമില്ല ഇവിടെ. ഇത് ഓക്കെയാണ്. പറഞ്ഞേ ഇത് ഓക്കെയാണ്. ഇത് പറയൂ. ഇത് ഓക്കെയാണ്. ഇത് SP 2700 കിട്ടി, PC 2100 കിട്ടി, HL 0000. അതിന്റെ കൂടെ തന്നെ നമുക്കറിയാം ഡാഡ് SP എന്ന് പറയുമ്പോഴത്തേക്ക് HL പ്ലസ് SP എങ്ങോട്ട് പോകും? HLലോട്ട് പോകും. അപ്പൊ നമുക്ക് അതിന് കിട്ടി 2700 കിട്ടി. പിന്നെയും PCHL എന്ന് പറഞ്ഞാൽ എന്താണ്? HL PCയിലോട്ട് കോപ്പി ചെയ്യാണ്. അപ്പൊ PCയുടെ വാല്യൂ എന്തായി? 2700 ആയി. മുന്നോട്ട് പോകട്ടെ. യെസ്, PCHL എന്ന് പറഞ്ഞാൽ HLന്റെ വാല്യൂ PCയിലോട്ടാണ് കോപ്പി ചെയ്യുന്നത്. ഓക്കെ അല്ലേ സുഹിത? നമുക്ക് ഈ പറഞ്ഞ PCHL എന്ന് പറഞ്ഞാൽ HLന്റെ വാല്യൂ PCയിലോട്ട് കോപ്പി ചെയ്യാന്നാണ്. ഓക്കെ അല്ലേ പറഞ്ഞു വന്നത്? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകട്ടെ. ഓക്കെ റൈറ്റ്. ആദ്യം അക്കുമുലേറ്റർ എന്തായി മാറി? 00H ആയി മാറി. അതിനുശേഷം MVI B, അപ്പം B എന്തായി മാറി? F0H ആയി. ഇനിയും ചോദിച്ചേക്കുന്നത് SUB B എന്നാ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യാം? 0000 മൈനസ് എന്ത് വന്നു? 111,000. ഇത് ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് വാല്യൂ പറയുകയാണ്. എന്തെന്ന് പറയാം? ഇതിന്റെ എന്ത് വേണം? ഇതിന്റെ 2's കോംപ്ലിമെന്ററി വേണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി?
ആദ്യത്തെ ബിറ്റ് 1 വരുന്നിടം വരെ അതുപോലെ തന്നെ എഴുതി. ഓക്കെ അല്ലേ? അപ്പൊ വാല്യൂ എന്ത് വന്നു? ഇത് ഓക്കെയാണിത്. (10H) അല്ലേ? എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത് വേറൊന്നുമില്ല ബസിത. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഇത് 2's കോംപ്ലിമെന്ററി എടുത്തേക്കുന്നത്. ഇത് നേരിട്ട് 2's കോംപ്ലിമെന്ററി എടുത്തേക്കാം. എക്സാക്ട്ലി പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി? 2's കോംപ്ലിമെന്ററി വെച്ച് ആഡ് ചെയ്താൽ മതി. ഈ 2's കോംപ്ലിമെന്ററി ഡയറക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഈ പറഞ്ഞ ആദ്യത്തെ ബിറ്റ് 1 ആകുന്നിടം വരെ അതുപോലെ തന്നെ എഴുതുക. അപ്പൊ അതുകൊണ്ടാണ് ഈ 0 അപ് ടു ഇവിടം വരെ 1 ആകുന്നിടം വരെ അതുപോലെ തന്നെ എഴുതി. അതിനുശേഷമുള്ള എല്ലാം കോംപ്ലിമെന്ററി ആയിട്ട് എഴുതുക. 0 0 0 എന്ന് പറഞ്ഞ് എഴുതി. എന്നിട്ട് അത് രണ്ടുകൂടെ ആഡ് ചെയ്ത് എഴുതി. വസ്തുത ക്ലിയർ ആണോ ഇത്? ഓക്കെ ആണോ? നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞ 2 നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാൽ മൈനസ് ചെയ്യുമ്പം രണ്ടാമത്തെ സംഖ്യയുടെ 2's കോംപ്ലിമെന്ററി കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്യും. അപ്പൊ 2's കോംപ്ലിമെന്ററി കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ഇപ്പൊ പറഞ്ഞത്. ഫസ്റ്റ് ബിറ്റ് 1 ആകുന്ന നമ്പറെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അതേപോലെ തന്നെ എഴുതുക. അതിനുശേഷം എല്ലാം കോംപ്ലിമെന്ററി ആയിട്ട് എഴുതുക. എന്നിട്ട് അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഓക്കെ അല്ലേ സുജിത? ബാസിത ക്ലിയർ അല്ലേ പറഞ്ഞു വന്നേ? ഓക്കെ അല്ലേ? നിമിത ക്ലിയർ അല്ലേ? ആൻസർ ക്ലിയർ അല്ലേ? വിജയറാണി ഓക്കെ അല്ലേ? ക്രിസ്റ്റീന ക്ലിയർ അല്ലേ? പറഞ്ഞേ. എല്ലാവർക്കും ഓക്കെ അല്ലേ? മുന്നോട്ട് പോകട്ടെ. പറയൂ. യെസ്, റൈറ്റ്. ഏറ്റവും സ്പീഡ് ആർക്കായിരിക്കും? പ്രോസസർ രജിസ്റ്ററിനായിരിക്കും. നമ്മളും പറയാറുണ്ട്. കാരണം പ്രോസസറിൻ്റെ അകത്തുള്ള രജിസ്റ്ററാണ് പടപടാന്ന് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്തിനു ചെയ്യുന്നത്? ഈ പറഞ്ഞ മെമ്മറി പോകാതെ നമ്മൾ ഈ പറഞ്ഞ ഡിയും എയും ഒക്കെ യൂസ് ചെയ്യുന്നത്. ശരിയല്ലേ? അടുത്ത ഏത് വരും? ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിക്കകത്ത് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഹയറിൽ നിന്ന് ലോവറിലോട്ടാണ് പറയുന്നത്. ക്യാഷ് മെമ്മറി നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒറ്റ കാര്യം പറയാം, വളരെ സിമ്പിളാണ്. അതിൻ്റെ അകത്ത് ലൊക്കേഷൻ വളരെ കുറവാണ്, അല്ലെങ്കിൽ സൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസൾട്ട് കിട്ടും. ഒത്തിരി നേരം തപ്പിപ്പോകേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് പറയാം? ക്യാഷ് മെമ്മറി സെക്കൻഡ് പറയാം. അപ്പൊ അത് രണ്ടും നോക്കുമ്പോഴത്തേക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ? ഇല്ല, ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആൻസർ ബി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവുള്ളത് മാഗ്നറ്റിക് ടേപ്പ്, അതിനുശേഷം CD-ROM, അതിനുശേഷം ഡൈനാമിക് CD-ROM, ഡൈനാമിക് റാം, അതിനുശേഷം ക്യാഷ് മെമ്മറി, അതിനുശേഷം പ്രോസസർ രജിസ്റ്റർ. ഓക്കെ അല്ലേ? ഓക്കെ, റൈറ്റ്. ആരും ഹാൻഡ് റൈസ് ചെയ്തില്ലല്ലോ? ചെയ്തെങ്കിൽ പറയണം. പറഞ്ഞ വേറെ ആരും പറയുന്നില്ലല്ലോ. നമ്മുടെ കോള് വിളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. കോള് കഴിയുമ്പോൾ നമുക്കൊരു അഡ്രസ് ഉണ്ടാവും. എന്തുണ്ടാവും? 2085 എന്നാണെന്നിരിക്കട്ടെ. സംഭവിക്കാൻ പോകുന്നത്, ഈ കോള് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 1000-ലാണെങ്കിൽ ഈ 1003 എന്ന് പറഞ്ഞ ഇവിടെയാണ് എന്ത് നിൽക്കുന്നത്? പ്രോഗ്രാം കൗണ്ടർ നിൽക്കുന്നത്. ശരിയല്ലേ? കാരണം ഇതിന്റെ ഇൻസ്ട്രക്ഷൻ വേർഡ് സൈസ് 3 ബൈറ്റ് ആണ്. റീസൺ വേറെ ഒന്നുമല്ല, ഇത്രയും നമ്പറും ഈ പറയുന്ന കോഡിന് വേണ്ടി ഒരു ഓപ്പ് കോഡ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് PC-യുടെ ഈ 1003 എന്ന് പറഞ്ഞ വാല്യൂ നമ്മുടെ ഈ കോള് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? സബ്റോട്ടിലോട്ട് പോകും. അവിടെ പോയിട്ട് തിരിച്ച് റിട്ടേൺ അടിക്കുന്ന സമയത്ത് ഈ PC-യുടെ വാല്യൂ തിരിച്ച് റിട്ടേൺ കിട്ടേണ്ടതാണ്. അപ്പൊ ഇതിനെ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും? സ്റ്റാക്ക് പോയിന്റർ പുഷ് ചെയ്യും. ശരിയല്ലേ?
ആ പുഷ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, സ്റ്റാക്ക് പോയിന്റിലോട്ട് നടക്കുന്നുണ്ട്. സ്റ്റാക്ക് പോയിന്റർ 2 ഡിക്രിമെന്റ് ചെയ്യും. അപ്പോൾ ഡിക്രിമെന്റ് വന്നേക്കുന്ന ഒറ്റ ആൻസറേ ഉള്ളൂ, അത് ഇത് തന്നെയാണ്. അടുത്ത പി സിയിലെ അഡ്രസ് എങ്ങോട്ട് പോകും? സ്റ്റാക്ക് പോയിന്റിലോട്ട് പോകും. ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ് എങ്ങോട്ട് വരും? പി സിയിലോട്ട് വരും. അതാണ് അഡ്രസ് എങ്ങോട്ട് വരും എന്ന് കാണിച്ചേക്കുന്നത്. പി സിയിലോട്ട് വരുന്നു. പി സിയിലെ അഡ്രസ് എങ്ങോട്ട് പോയി? സ്റ്റാക്ക് പോയിന്റിലോട്ട് പോയി. എല്ലാവർക്കും ക്ലിയർ ആണ്? ക്ലിയർ അല്ലേ? പറഞ്ഞേ. പി സിയിലേക്ക് അഡ്രസ് വന്നു. പി സിയിലെ വാല്യൂ സ്റ്റാക്ക് പോയിന്റിലോട്ട് പോയി. സ്റ്റാക്ക് പോയിന്റർ എന്ത് ചെയ്തു? പുഷ് ചെയ്യുന്ന സമയത്ത് 2 ഡിക്രിമെന്റ് ആണ് ചെയ്യുന്നത്. കേട്ടോ നിമിത? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? പറഞ്ഞേ. അപ്പൊ നമുക്ക് പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ വാല്യൂ ഇടുന്ന സമയത്ത് 2 വാല്യൂ അകത്തോട്ട് പോകുമ്പോഴത്തേക്കും 2 ഡിക്രിമെന്റാ ചെയ്യുന്നത് സ്റ്റാക്ക് പോയിന്റർ. വീണ്ടും പോപ്പപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും തിരിച്ച് ഇൻക്രീസ് ചെയ്യും. നമ്മളത് ക്ലാസ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് അതിന്റെ ബേസിൽ. ഓക്കെ അല്ലേ? നിമിത ക്ലിയർ അല്ലേ പറഞ്ഞു വന്നേ? യെസ്. ആദ്യം പറഞ്ഞ ഈ XRA ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? XRA ചെയ്ത് എന്തിനു വേണ്ടിയാ? യെസ്, എ കിട്ടുന്നുണ്ട് എല്ലാവർക്കും അല്ലേ? ഓക്കെ. ആദ്യം പറഞ്ഞ XRA ചെയ്യുമ്പം, അല്ലെങ്കിൽ ആ XRA എന്തിനാ? ക്യാരി 0 ആക്കാൻ. റൈറ്റ്. നമ്മുടെ ഈ പറഞ്ഞു വന്ന നമ്മുടെ ക്യാരിയെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാഗിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ XRA ചെയ്യുന്നത്. കാരണം MBA ബിയും MBA എയും എല്ലാം എന്താണ്? ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ്. അതൊരിക്കലും എന്തിനെ അഫക്റ്റ് ചെയ്യൂല? ഫ്ലാഗിനെ അഫക്റ്റ് ചെയ്യൂല. നമുക്ക് എന്ത് വേണം? ക്യാരി 0 ആയി കിട്ടുക വേണം, അല്ലെങ്കിൽ വാല്യൂ നമുക്ക് അറിയണം, എന്നാലേ നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിയും പറയുന്ന RAR ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അക്യുമുലേറ്റർ ഉണ്ട്, ക്യാരി ഉണ്ട്. ഇവിടെ നിന്ന് ഒരു ടേം ഇങ്ങോട്ട് പോയി ഇങ്ങനെ പോകും. ശരിയല്ലേ? അപ്പൊ ആദ്യം നമുക്ക് അറിയാം എയുടെ വാല്യൂ 0 ആണ്. അതിനുശേഷം ബിയുടെ വാല്യൂ 04 ആയി. അടുത്ത എയുടെ വാല്യൂ എന്തായി? 03 ആയി. RAR അപ്പൊ 03 ആണെങ്കിൽ നമുക്ക് വാല്യൂ എന്ത് പറയാം? 00000011. ക്യാരി ഈ സമയത്ത് എന്താണ്? ആദ്യം XRA ചെയ്യുന്ന സമയത്ത് ക്യാരി ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, 0 കിട്ടി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വാല്യൂ എന്തായി മാറി? ഇവിടെ ആവുമ്പോഴത്തേക്കും അക്യുമുലേറ്ററിന്റെ വാല്യൂ എന്തായി മാറും? 10000001. ഓക്കെ അല്ലേ? DCRB. അപ്പൊ നമുക്ക് DCRB ചെയ്യുന്ന സമയത്ത് ബി എന്തായി മാറും? 3 മാറി. JNZ 2005 നോൺ സീറോ ആണെങ്കിൽ 2005 പോയിക്കോളാം. അപ്പൊ വീണ്ടും എന്തായി? ഇവിടെ എത്തി. വീണ്ടും RAR ചെയ്തു. RAR ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 11000000. അപ്പം ബി എന്തായി മാറി? 02. ഓക്കെ അല്ലേ? അപ്പോൾ 02 ആയ സ്ഥിതിക്ക് വീണ്ടും നമ്മൾ പറയുന്നു ഈ പറയുന്ന വാല്യൂ വീണ്ടും മാറി 01100000. ഓക്കെ അല്ലേ? അപ്പം ബിയുടെ വാല്യൂ എന്തായി? നമുക്ക് പറയാം DCRB is equal to 01. ആ സമയത്ത് എന്തായി? 00110000. ബിയുടെ വാല്യൂ എന്തായി? 0 ആയി താഴേക്ക് പോകുന്നു അല്ലേ? അപ്പൊ വാല്യൂ എന്ത് കിട്ടും? 30 ആണ് കിട്ടുന്നത്. 00 പണിപാളിയോ? ഒരു മിനിറ്റ്. 03 വന്ന സമയത്ത് ആദ്യം 04 ആയിരുന്നു, ശരിയല്ലേ? B04 ആയിരുന്നു. വാല്യൂ ഇങ്ങനെയായിരുന്നു. വാല്യൂ ഇങ്ങനെയല്ലല്ലേ? സോറി 03 ആവുമ്പോഴാണ് ഇങ്ങനെ വാല്യൂ എത്തുന്നത്, ശരിയല്ലേ? ഒരു മിനിറ്റ് ഒന്നുകൂടെ വായിക്കാം. എയുടെ വാല്യൂ 03. അപ്പൊ RAR ചെയ്തു. RAR ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടി? ശരിയാണല്ലോ? 1000000.
001. അപ്പോൾ വാല്യൂ എന്തായി ഇപ്പം? കറക്റ്റ് അല്ലേ? അതിനുശേഷം ബിയുടെ വാല്യൂ 03 ആയി. 03 ആയ DCR ബി എടുത്തപ്പോൾ 03 ആയി. വീണ്ടും RAR ചെയ്തു 11000000. അടുത്ത ബി വീണ്ടും വന്നു 02 ആയി. 01100000. ബി 1 ആയി. 01 ആയി. 00110000. നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത്? ഫസ്റ്റ് RAR 01H കിട്ടും സാർ. പറഞ്ഞു എന്താ കിട്ടുന്നത് പറഞ്ഞു? അല്ല, അതിനുശേഷം ചെയ്യുന്നില്ല അല്ലേ? 01 അല്ല, 01 ശേഷം ചെയ്യുന്നുണ്ടല്ലോ. ആദ്യം നമ്മൾ എങ്ങനെ ചെയ്തു തുടങ്ങി പറഞ്ഞേ? 03 ഇതിന് B3 ആയി. ആ സമയത്ത് ഈ വാല്യൂ കിട്ടി. 2 ആയി. ഈ സമയത്ത് ഈ വാല്യൂ കിട്ടി. B1 ആയി. അപ്പൊ ഇങ്ങനെയല്ലേ വാല്യൂ വരുന്നത്? ഡൗട്ട് ഉണ്ടോ? ക്യാരി 1. ഓ അത് ശരി. അത് നോക്കില്ല. ഓക്കെ റൈറ്റ്. ആ ക്യാരി 1 കയറി വരുന്നുണ്ടല്ലേ? ഇത് നമ്മൾ ചെയ്തപ്പം തിരിഞ്ഞു പോയി. ഇത് നേരെ ഇങ്ങോട്ടങ്ങ് എടുത്തു. ഓക്കെ റൈറ്റ്. ഞാൻ അതാ ചോദിച്ചത്, എന്തോ ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ റൈറ്റ്. 0 വരുന്ന കാര്യം പറഞ്ഞു അല്ലേ? ഓക്കെ റൈറ്റ്. അപ്പൊ ആദ്യം നമുക്കിത് കിട്ടൂല. ഞാൻ ഇങ്ങനെ ചെയ്ത്, നമ്മൾ RAR അല്ല RRC ചെയ്തത്. ഡോണ്ട് വറി, നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് A3 ആയിരുന്നു. RAR ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? നമുക്കൊന്നുകൂടെ ചെയ്ത് കളയാം. അക്കുമുലേറ്റർ അത് ക്യാരിയിലോട്ട് വന്നു, ക്യാരി ഇങ്ങോട്ട് വന്നു. ഓക്കെ റൈറ്റ്. അപ്പൊ ഇനി ഓരോന്നായിട്ട് പറയാം. A03. അപ്പൊ നമുക്ക് വാല്യൂ എന്തായിരിക്കും ചോദിച്ചാൽ, RAR ചെയ്യുമ്പം 0000. അപ്പൊ ക്യാരിയാണ് ഇപ്പൊ എന്തായി മാറിയത്? 1 ആയി മാറിയത്. 0001. ഇപ്പൊ ഓക്കെ അല്ലേ? റൈറ്റ് ആണ്. ഇപ്പൊ ഓക്കെയാണ്. ക്യാരി 1 ആയി മാറി. അപ്പൊ അടുത്ത വാല്യൂ വരുന്ന സമയത്ത് ഇപ്പൊ എല്ലാം കറക്റ്റായി. അപ്പൊ അടുത്ത വാല്യൂ വരുന്ന സമയത്ത് എന്തായി? 10000000. ഈ 1 ഇങ്ങോട്ട് പോകുന്നു. ക്ലിയർ ആണ്. അപ്പൊ ഇത് എത്രയായി മാറി? 03 ആയി മാറി. ശരിയാണോ? പറയൂ, ആരും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ അല്ലേ? അടുത്ത് 02 ആവുമ്പോ 11000000. അടുത്ത 01 ആവുമ്പം 01100000. അത്രേ ഉണ്ടാവുള്ളൂ. നേരെ 0 പോവും, നേരെ ഔട്ട്പുട്ട് വരും. അപ്പൊ എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? 60. ഓക്കെ അല്ലേ? ഇത് പറഞ്ഞേ. നമ്മൾ ആ RARും RRCയും നോക്കിയേക്കുക. അത് തെറ്റാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ചേക്കുക കേട്ടോ. ഞാനും ചെയ്തു വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് മറ്റേ RARന് പകരം RRC അങ്ങ് ചെയ്തു പോയി. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇത് ഓക്കെ അല്ലേ? പറഞ്ഞേ. എല്ലാരും പറഞ്ഞു ഓക്കെ അല്ലേ? ക്രിസ്റ്റീന ക്ലിയർ അല്ലേ? നിമിത, സ്വപ്ന, സുജിത, വിജയറാണി ഓക്കെ അല്ലേ? ഐശ്വര്യ ക്ലിയർ അല്ലേ? പറഞ്ഞു വരുന്നത് പറയൂ. ക്ലിയർ ആണ്. യെസ്. ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചേക്കാം. ഞാൻ ഉൾപ്പെടെ ഇപ്പൊ തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ടാണ് പറഞ്ഞു വന്നത്.
ഇന്ന് സുജിത വിജയറാണി ഓക്കെ അല്ലേ? ഐശ്വര്യ ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? പറഞ്ഞു പറയൂ. ക്ലിയർ ആണ്. യെസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചേക്കാം. ഞാൻ ഉൾപ്പെടെ ഇപ്പൊ തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ടാണ് പറഞ്ഞു വന്നത്. ഇന്ന്